അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു മുട്ട ഓംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് എഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓംപ്ലേറ്റ് നമ്മൾ സാധാ ഓംപ്ലേറ്റ് നമ്മൾ ഫ്രൈഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിന്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കൂട്ടുകാരെ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയാം. അതിന് മുമ്പ് കൂട്ടുകാരെ ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്തേക്കണം. ഈ പാവപ്പെട്ട നിങ്ങളത് കൈവിടല്ലേ. നേരെ പോയേക്കാം. ആദ്യം വേണ്ടത് നമുക്ക് മുട്ടയാണ്. അതിപ്പോ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അടുത്തെടുക്കുന്ന പറഞ്ഞാൽ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയ സവള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് കല്ല് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ട എടുത്ത് നമുക്ക് കട്ട് ചെയ്യണം. നമുക്ക് എങ്ങനെ ഏതാണ് രീതി അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതാണ്ട് ഈ കോണോടുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ കണക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മളൊരു പാത്രം എടുത്തു. അതിനകത്തോട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം നമ്മൾ മൈദ മാവാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തോടെ ഒരു പിഞ്ച് ഉപ്പ്, അതേപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 2-3 സ്പൂണ് നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കണം. അടുത്ത് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊരിച്ച് വെച്ച മുട്ട ഇതിനകത്തിട്ടൊന്ന് മുക്കി എടുക്കുക. നല്ലോണം ഒന്ന് മുക്കി എടുത്തിട്ട് മൈദക്കകത്തിട്ട് നല്ലോണം ഒന്ന് മുക്കിയെടുക്കണം. അപ്പൊ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പൊ എല്ലാ സൈഡൊന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതേ കണക്കനെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ സംഭവം ഫ്രൈഡ് ചിക്കൻ നിങ്ങളൊക്കെ കാണിച്ചിട്ട് വാ.